കൃഷി അറിവുകൾ കിരീടം കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. FACT കാർഷിക. ഈ പരിപാടിയുടെ സഹകരണം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, രാസവളങ്ങളുടെ പ്രധാനമായും യൂറിയയുടെ അഭാവത്തെക്കുറിച്ച് ദിനംപ്രതി വാർത്താമാധ്യമങ്ങളിലും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ശരിക്കും ഈ ഒരു അളവിൽ യൂറിയയുടെ ആപ്ലിക്കേഷൻ നമ്മുടെ മണ്ണുകൾക്ക് വേണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. യൂറിയയുടെ അമിത ഉപയോഗം വിളകൾക്കും മണ്ണിനും പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ദോഷകരമാണ്. ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ മറ്റ് നിർണായക പോഷകങ്ങളെ സന്തുലിതമാക്കാതെ നൈട്രജനു വേണ്ടി യൂറിയയെ അമിതമായി ആശ്രയിക്കുന്നതാണ് അമിത പ്രയോഗത്തിന് പലപ്പോഴും കാരണം. ഇത് ചെടികൾക്ക് കേടുപാടുകൾ വരുത്താനും വിളവ് കുറയ്ക്കാനും വെള്ളവും വായുവും മലിനമാക്കാനും ഇടയാക്കും. മറ്റു രാസവളങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ യൂറിയയുടെ വില പലപ്പോഴും കുറവാണ്. ഒരു ബാഗിന് 266 രൂപ എന്നത് പലപ്പോഴും കുറവാണ് എന്ന ഒറ്റൊരു ഘടകം വെച്ച് മാത്രമാണ് നമ്മൾ പലപ്പോഴും യൂറിയയെ ഇത്രയധികം ഉപയോഗിക്കുന്നത്. യൂറിയ എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ഫെർട്ടിലൈസറാണ്. അതായത് നൈട്രജൻ എന്ന് പറയുന്ന ഒരു മൂലകം മാത്രമാണ് ഇത് സസ്യത്തിന് പ്രദാനം ചെയ്യുന്നത്. ഈ നൈട്രജൻ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂറിയയെ മാത്രം ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമില്ല. അനവധി സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഈ നൈട്രജൻ ലഭ്യമാവുന്നതാണ്. മറ്റു രാസവളങ്ങളായ NPK അടങ്ങിയിരിക്കുന്ന കോംപ്ലക്സ് വളങ്ങൾ, ഓർഗാനിക് വളങ്ങൾ, നാനോ വളങ്ങൾ, ബയോ ഫെർട്ടിലൈസേഴ്സ് ഇവയിലെല്ലാം തന്നെ ചെടിക്ക് ആവശ്യമായ രീതിയിൽ നൈട്രജന്റെ അളവ് അടങ്ങിയിട്ടുണ്ട്. അമിതമായ യൂറിയ വളപ്രയോഗം മൂലം സസ്യങ്ങളെ ബാധിക്കുന്ന ദോഷങ്ങൾ. അമിതമായ യൂറിയയിലെ ഉയർന്ന ഉപ്പിന്റെ അളവ് മണ്ണിന്റെ ഓസ്മോട്ടിക് മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഇത് വെള്ളത്തിന്റെ ഒഴുക്കിനെ വിപരീത ദിശയിലാക്കുകയും ചെടിയുടെ വേരുകൾക്ക് നിർജ്ജലീകരണം സംഭവിക്കുകയും ചെയ്യുന്നു. സസ്യങ്ങളുടെ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും നശിക്കാനും സാധ്യതയാണ്. ഉയർന്ന അളവിലുള്ള യൂറിയ പ്രത്യേകിച്ച് വിത്തുകൾക്കോ വേരുകൾക്കോ സമീപം വെക്കുമ്പോൾ വിഷാംശമുള്ളതും ചെടിയെ നശിപ്പിക്കുന്നതുമാവാം. യൂറിയ മണ്ണിൽ ശരിയായ രീതിയിൽ ചേർത്തില്ലെങ്കിൽ അത് വിഷാംശമുള്ള അമോണിയ വാതകമായി മാറും. ഇത് തൈകൾക്കും ഇളം ചെടികൾക്കും ദോഷകരമാണ്. അമിതമായ നൈട്രജൻ ഇലകളുടെ സമൃദ്ധമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ഇത് ദുർബലമായ തണ്ടുകൾ, പൂവിടാൻ കാലതാമസം, നിലവാരം കുറഞ്ഞ വിളവ് എന്നിവയ്ക്ക് കാരണമാകും. അമിതമായ യൂറിയ ഉപയോഗം വിളകളെ കീടങ്ങൾക്കും രോഗങ്ങൾക്കും കൂടുതൽ ഇരയാക്കുന്നു. അതുപോലെ തന്നെ അമിതമായ യൂറിയ ഉപയോഗം മൂലം മണ്ണിനെ ബാധിക്കുന്ന ദോഷങ്ങൾ. യൂറിയയുടെ വിഘടനം ഹൈഡ്രജൻ അയോണുകളെ പുറത്തുവിടും. ഇത് കാലക്രമേണ മണ്ണിന്റെ pH കുറയ്ക്കുന്നു. ഈ വർദ്ധിച്ച അമ്ലത്വം മറ്റ് അവശ്യ പോഷകങ്ങളുടെ ലഭ്യത കുറയ്ക്കുകയും മണ്ണിരകളെ പോലെയുള്ള ഗുണകരമായ സൂക്ഷ്മാണുക്കൾക്ക് ഹാനികരമാവുകയും ചെയ്യുന്നു. യൂറിയയുടെ അമിത ഉപയോഗം നൈട്രജൻ മാത്രമേ നൽകുന്നുള്ളൂ. ഇത് ഫോസ്ഫറസ്, പൊട്ടാഷ്യം, മറ്റ് സൂക്ഷ്മ പോഷകങ്ങൾ എന്നിവയുടെ കുറവിന് കാരണമാകുന്നു. മണ്ണിന്റെ ഈ അസന്തുലിതമായ ഘടന ചെടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ തകരാറിലാക്കുന്നു. യൂറിയയുടെ അമിത പ്രയോഗം മണ്ണിന്റെ ജൈവവസ്തുക്കളുടെ വിഘടനം വേഗത്തിലാക്കുന്നു. ഇത് മണ്ണിന്റെ കാർബൺ അളവ് കുറക്കുന്നു. മണ്ണിന്റെ ഘടന, വായുസഞ്ചാരം, ജലം നിലനിർത്താനുള്ള ശേഷി എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു. ചില സൂക്ഷ്മജീവികൾക്ക് വളരാൻ യൂറിയ സഹായിക്കുമെങ്കിലും അമിതമായ യൂറിയ മറ്റുള്ളവയെ അടിച്ചമർത്തുന്നു. ഇത് പോഷകങ്ങളെ ചംക്രമണം ചെയ്യാനും രോഗങ്ങളെ ചെറുക്കാനുമുള്ള മണ്ണിന്റെ സ്വാഭാവിക ശേഷിയെ ദോഷകരമായി ബാധിക്കുന്നു. വരണ്ട പ്രദേശങ്ങളിലോ നീർവാർച്ച കുറഞ്ഞ മണ്ണിലോ യൂറിയയുടെ ആവർത്തിച്ചുള്ള ഉപയോഗം ഉപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകും. ഇത് വെള്ളം വലിച്ചെടുക്കാനുള്ള ചെടികളുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. പരിസ്ഥിതിയെ ബാധിക്കുന്ന ദോഷങ്ങൾ. നൈട്രസ് ഓക്സൈഡ്, അമോണിയ എന്നിവയുടെ ഉത്പാദനത്തിന് യൂറിയ കാരണമാകുന്നു. ഇത് ഹരിതഗൃഹ വാതകങ്ങളുടെ ഉറവിടമാണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ശക്തമായ ഹരിതഗൃഹ വാതകമാണ്. ഇത് ഓസോൺ പാളിയുടെ കുറവിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ, എറണാകുളം. മണ്ണിന്റെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി വളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണമായ ഉപയോഗം ഇന്ത്യ ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നു. 2014 മുതൽ മണ്ണിന്റെ ആരോഗ്യവും ഫലപുഷ്ടിയും സംബന്ധിച്ച പദ്ധതി സംസ്ഥാനങ്ങളെ സംയോജിത പോഷക മാനേജ്മെന്റ് അഥവാ ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് നടപ്പാക്കുന്നതിൽ സഹായിക്കുന്നു. ദ്വിതീയ സൂക്ഷ്മ പോഷകങ്ങൾ, ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ എന്നിവയ്ക്കൊപ്പം രാസവളങ്ങളുടെ യുക്തിസഹമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ പോഷക നിലവാരത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും മണ്ണിന്റെ ഫലപുഷ്ടത മെച്ചപ്പെടുത്തുന്നതിന് ഉചിതമായ പോഷക അളവുകളെക്കുറിച്ചുള്ള ശുപാർശകളും സോയിൽ ഹെൽത്ത് കാർഡ് പരിപാടി കർഷകർക്ക് നൽകുന്നു. ഈ പദ്ധതി പ്രകാരം 25 കോടിയിലധികം സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം
93,781 കർഷക പരിശീലനങ്ങൾ, 6.8 ലക്ഷം പ്രദർശനങ്ങൾ, 7,425 കർഷക മേളകൾ, മണ്ണിന്റെ ആരോഗ്യ കാർഡ് ശുപാർശകൾ പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പയിനുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പോഷക പരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1985 വളപ്രയോഗ നിയന്ത്രണ ഉത്തരവ് പ്രകാരം ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ, എണ്ണ ശുദ്ധീകരിച്ച കേക്ക്, ജൈവ കാർബൺ എൻഹാൻസറുകൾ, നാനോ വളങ്ങൾ തുടങ്ങിയ ഇതര വളങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. പരമ്പരാഗത കൃഷി വികാസ് യോജന പോലുള്ള പദ്ധതികളിലൂടെയാണ് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത്. 3 വർഷത്തേക്ക് 1 ഹെക്ടറിന് 31,500 രൂപ സാമ്പത്തിക സഹായം നൽകുന്നു. വടക്കുകിഴക്കൻ മേഖലയ്ക്കുള്ള മിഷൻ ഓർഗാനിക് മൂല്യ ശൃംഖല വികസനം 3 വർഷത്തേക്ക് 1 ഹെക്ടറിന് 46,500 രൂപ, ജൈവ ഉൽപാദനത്തിന് 15,000 രൂപ നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. പ്രിയ സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ ഡിസംബർ 5-ാം തീയതിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയുമോ? ഡിസംബർ 5 ലോക മണ്ണ് ദിനം, വേൾഡ് സോയിൽ ഡേ ആയിരുന്നു. 2014 ഡിസംബർ 5-ന് വേൾഡ് സോയിൽ ഡേ ആയി ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആചരിക്കുന്നു. ഡിസംബർ 5 ലോക മണ്ണ് ദിനമായി തിരഞ്ഞെടുത്തത് മണ്ണിന്റെ ആരോഗ്യവും പരിപാലനവും തിരിച്ചറിയുന്നതിൽ പ്രധാന പങ്കുവഹിച്ച തായ്ലൻഡിലെ രാജാവ് എച്ച്.എം. കിങ് ഭൂമിബോൾ അതുല്യതേജിന്റെ ഔദ്യോഗിക ജന്മദിനം അന്നായതുകൊണ്ടാണ്. 7 പതിറ്റാണ്ടുകളോളം രാഷ്ട്രത്തലവനായിരുന്ന ഈ പ്രിയങ്കരനായ രാജാവ് 2016 ഒക്ടോബറിൽ അന്തരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി 2016 ഈ ദിനം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. 2015 വർഷം ആരോഗ്യമുള്ള ജീവിതത്തിന് ആരോഗ്യമുള്ള മണ്ണ്, ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി ലൈഫ് എന്ന പ്രധാന പ്രമേയത്തോടെ അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആഘോഷിച്ചു. 2025 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യമുള്ള മണ്ണ് എന്നതാണ്. ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ്. വേൾഡ് സോയിൽ ഡേ മണ്ണിനായി ഒരു ദിവസം നീക്കിവയ്ക്കുന്നത് മനുഷ്യനിർമ്മിതം ഉൾപ്പെടെ വിവിധ കാരണങ്ങളാൽ മണ്ണിന്റെ ഗുണമേന്മ കുറയുന്നത് മനസ്സിലാക്കുകയും അങ്ങനെയുള്ള ഗുണമേന്മ നഷ്ടപ്പെടുന്നത് സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും അനിവാര്യതയും തിരിച്ചറിയേണ്ടതിനെയും സൂചിപ്പിക്കുന്നു. മണ്ണിന്റെ ആരോഗ്യം ചിട്ടയായും സുസ്ഥിരമായും മെച്ചപ്പെടുത്തേണ്ടത് നമ്മുടെ മാതൃഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് നിർബന്ധമാണ്. കാരണം മണ്ണ് എന്ന് പറയുന്നത് അനന്തമായ ജീവന്റെ ഉറവിടമാണ്. സോയിൽ, സോഴ്സ് ഓഫ് ഇൻഫിനിറ്റ് ലൈഫ്. മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുന്നതും മെച്ചപ്പെടുത്തുന്നതും വളരെ പ്രധാനമാണ്. കാരണം മണ്ണ് ഏതൊരു ആവാസ വ്യവസ്ഥയുടെയും കേന്ദ്ര ബിന്ദുവാണെന്നതിൽ സംശയമില്ല. ഏതൊരു ആവാസ വ്യവസ്ഥയിലെയും എല്ലാ ഘടകങ്ങളിലേക്കും വ്യാപിക്കുന്ന പോലെ മണ്ണ് ഭക്ഷണത്തിന്റെയും പോഷക ഘടകങ്ങളുടെയും ജലസംഭരണത്തിന്റെയും ഭൂഗർഭജല റീചാർജിന്റെയും കാർബൺ വേർതിരിക്കലിന്റെയും ഊർജ്ജ സംഭരണത്തിന്റെയും കാലാവസ്ഥാ പ്രതിരോധത്തിന്റെയും മലിനീകരണ നിയന്ത്രണത്തിന്റെയും ജൈവ വൈവിധ്യത്തിന്റെയും കലവറയാണ്. അതിനാൽ ആരോഗ്യമുള്ള മണ്ണ് ഭക്ഷ്യസുരക്ഷ, പോഷക സുരക്ഷ, ജലസുരക്ഷ, ഊർജ്ജ സുരക്ഷ, റോഡുകൾ, കെട്ടിടങ്ങൾ, പാലങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ നിർമ്മാണങ്ങളുടെ ഘടനാപരമായ സ്ഥിരത, മലിനീകരണ നിയന്ത്രണം, വിഷരാസവസ്തുക്കളുടെ നിർവീകരണം, ഹെവി ലോഹങ്ങളെ തടഞ്ഞുകൊണ്ട് ഭക്ഷണ ശൃംഖലയിലേക്ക് പ്രവേശിക്കുന്നത് തടയൽ, ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ നിയന്ത്രിക്കൽ എന്നിവ നൽകുന്നു. കൂടാതെ ഒറ്റകോശ ജീവികൾ മുതൽ സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ വരെയുള്ള മുഴുവൻ ജീവിവർഗങ്ങൾക്കും ഇത് അനുയോജ്യമാണ്. അതിനാൽ മണ്ണ് ഏതൊരു ആവാസ വ്യവസ്ഥയുടെയും കേന്ദ്രസ്തംഭമാണെന്നതിൽ തർക്കമില്ല. മണ്ണിന്റെ ആരോഗ്യം മോശമാകുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രതികൂലവും ദോഷകരവുമായ ഫലങ്ങൾ നഗരപ്രദേശങ്ങളിൽ കൂടുതൽ തീവ്രമാകുകയും വേഗത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നു. കാരണം അവിടെ കൂടുതൽ നിർമ്മാണങ്ങൾ, വ്യവസായവൽക്കരണം, വാഹനങ്ങളിൽ നിന്നുള്ള പുക, ആശുപത്രി മാലിന്യങ്ങൾ, മറ്റ് നഗരമാലിന്യങ്ങൾ, ഭൂഗർഭജലം കുറഞ്ഞ തോതിൽ റീചാർജ് ചെയ്യുന്നത്, കുറഞ്ഞ സസ്യങ്ങളുടെ എണ്ണം എന്നിവയാണ്. നഗര ആവാസ വ്യവസ്ഥയിലെ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു ഘടകമാണ് പാരിസ്ഥിതിക സുസ്ഥിരതയിലും പൊതുജനാരോഗ്യത്തിലും കാലാവസ്ഥാ പ്രതിരോധത്തിലും നിർണായക പങ്കുവഹിക്കുന്നു. നഗരവൽക്കരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നഗരങ്ങളിലെ മണ്ണിന്റെ ഭൗതിക ജൈവ സവിശേഷതകൾ, മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ സ്വാധീനം, നഗര ഭൂപ്രകൃതിയിൽ മണ്ണിന്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതിനുള്ള അടിസ്ഥാന തന്ത്രങ്ങൾ എന്നിവ നമുക്ക് മനസ്സിലാക്കാം. ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യമുള്ള മണ്ണ് എന്ന പ്രമേയത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് മണ്ണിന്റെ ആരോഗ്യം എങ്ങനെയാണ് വായുവിന്റെ ഗുണമേന്മ, ജലത്തിന്റെ സന്തുലിതാവസ്ഥ, ജൈവ വൈവിധ്യം, ഒടുവിൽ മനുഷ്യന്റെ ക്ഷേമം എന്നിവയെ നേരിട്ട് സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കെല്ലാം അറിയുന്ന പോലെ ധാതുക്കളുടെയും ജൈവവസ്തുക്കളുടെയും ചെറുതും വലുതുമായ ജീവികളുടെയും വാതകങ്ങളും വെള്ളങ്ങളും അടങ്ങിയ ഒരു ചലനാത്മകവും
വൈവിധ്യവുമാർന്ന പ്രകൃതിദത്ത ഘടകമാണ് മണ്ണ്. പ്രധാന ഘടകം എന്ന നിലയിൽ മണ്ണിന്റെ പ്രവർത്തനങ്ങൾ, നിർമ്മാണ സമ്മർദ്ദങ്ങൾ, നഗരങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ലാൻഡ് സീലിംഗ്, മലിനീകരണം എന്നിവ കാരണം പലപ്പോഴും നഗരങ്ങളിൽ മണ്ണിന്റെ പ്രധാന പ്രവർത്തനം വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഈ വസ്തുത നിലനിൽക്കുമ്പോഴും പാരിസ്ഥിതിക സ്ഥിരത, കാർബൺ വേർതിരിക്കൽ, ഹരിത അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രവർത്തനം എന്നിവയ്ക്ക് ആരോഗ്യമുള്ള നഗരമണ്ണ് അത്യന്താപേക്ഷിതമാണ്. നഗരങ്ങളിലെ മണ്ണിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. യാന്ത്രികവും രാസപരവും ജൈവപരവുമായ തടസ്സങ്ങൾ കാരണം നഗരമണ്ണ് പ്രകൃതിദത്ത മണ്ണിൽ നിന്നും കാര്യമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഈ തടസ്സങ്ങൾ കൃഷി ചെയ്യുന്ന മണ്ണിലതിനേക്കാൾ കൂടുതൽ അപകടകരമായേക്കാം. എന്തെല്ലാമാണ് നഗരമണ്ണിന്റെ ഭൗതിക സവിശേഷതകൾ? നിർമ്മാണത്തിനായി ഭാരമേറിയ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് മണ്ണിനെ സാന്ദ്രീകരിക്കുകയും ഇത് മണ്ണിലെ സുഷിരങ്ങൾ വെള്ളം ഊർന്നിറങ്ങുന്നതിനും സംരക്ഷിക്കുന്നതിനും വേരുകൾ തുളച്ചുകയറുന്നതിനും ശരിയായ വേരുകളുടെ വളർച്ചയും കുറയ്ക്കുന്നു. ഇത് പരോക്ഷമായി വെള്ളക്കെട്ടിനും പ്രത്യേകിച്ച് കനത്ത മഴയുള്ള പ്രദേശങ്ങളിൽ അപൂർവമായ വെള്ളപ്പൊക്കത്തിനും കാരണമായേക്കാം. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവശിഷ്ടങ്ങൾ, നഗരമാലിന്യങ്ങൾ, ബാക്ക് ഫില്ലിംഗ് എന്നിവ കാരണം നഗരമണ്ണിൽ ലെയറുകൾക്ക്, മണ്ണിന്റെ പാളികൾക്ക് ഏകീകൃതമല്ലാത്തൊരു ക്രമീകരണം കാണപ്പെടുന്നു. ഒരർത്ഥത്തിൽ ഇവിടെ രൂപപ്പെടുന്ന പാളികൾ സ്വാഭാവിക മണ്ണിൽ രൂപീകരണ പ്രക്രിയ കാരണമല്ല, മറിച്ച് പ്രധാനമായും മനുഷ്യന്റെ ഇടപെടലുകൾ കാരണമാണ്. അതിനാൽ ഇതിന്റെ പരിപാലനത്തിന് ഓരോ സ്ഥലത്തെയും പ്രത്യേക ശ്രദ്ധ തന്നെ വേണം. രാസസവിശേഷതകൾ. കോൺക്രീറ്റ് പൊടിയും നിർമ്മാണ സ്ഥലങ്ങളിലെ അവശിഷ്ടങ്ങളും കാരണം നഗരമണ്ണ് കൂടുതൽ ക്ഷാര സ്വഭാവമുള്ളതായി മാറാൻ സാധ്യതയുണ്ട്. ജൈവ വൈവിധ്യം നിറഞ്ഞ മണ്ണ് അതിശക്തമായ കാലാവസ്ഥാ മാറ്റങ്ങളെ അതിജീവിക്കാനുള്ള നഗരത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നു. നഗരങ്ങളിലെ മണ്ണിന്റെ ആരോഗ്യത്തിന് നേരിടുന്ന പ്രധാന ഭീഷണികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സോയിൽ സീലിംഗ് അഥവാ മണ്ണ് അടച്ചുറപ്പിക്കൽ. കോൺക്രീറ്റ്, ബിറ്റുമിൻ തുടങ്ങിയ വെള്ളം കടന്നു പോകാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഭൂമി മൂടുന്നത് ജൈവ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുകയും സ്വാഭാവിക ജലശാസ്ത്രപരമായ പ്രവർത്തനങ്ങളുടെയും വാതക കൈമാറ്റങ്ങളുടെയും പ്രക്രിയകളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ വാഹനങ്ങളിൽ നിന്നുള്ള പുക, വ്യാവസായിക മാലിന്യങ്ങൾ, അശാസ്ത്രീയമായ മാലിന്യം നിക്ഷേപിക്കൽ, നിർമ്മാണ സാമഗ്രികൾ എന്നിവ വിഷാംശമുള്ള മൂലകങ്ങളുടെ അടിഞ്ഞുകൂടൽ കാരണമാക്കുകയും ഇത് മണ്ണിന്റെ സ്വാഭാവിക രാസജൈവ പ്രക്രിയകളെയും സ്വഭാവങ്ങളെയും മാറ്റുകയും ചെയ്യുന്നു. നഗരങ്ങളിലെ മണ്ണിന് പലപ്പോഴും ഉപരിതല മണ്ണ് നഷ്ടപ്പെടുന്നത് ജൈവ കാർബണിന്റെ അളവ് കുറയ്ക്കുന്നതിനും ജൈവവസ്തുക്കളുടെ അഭാവത്തിനും പോഷകങ്ങൾ നിലനിർത്താനുള്ള ശേഷി കുറയ്ക്കുന്നതിനും ഘടനാപരമായ സ്ഥിരത ദുർബലമാക്കുന്നതിനും കാരണമാകുന്നു. കാലാവസ്ഥാ സമ്മർദ്ദം. ഉയർന്ന ഉപരിതല താപനിലയും ക്രമം തെറ്റിയ മഴയും മണ്ണിന്റെ നാശം വേഗത്തിലാക്കുകയും സൂക്ഷ്മാണുക്കളുടെ അതിജീവന ശേഷി കുറയ്ക്കുകയും ചെയ്യുന്നു. നഗരമണ്ണിന്റെ ആരോഗ്യം പുനഃസ്ഥാപിക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാം. ഇതിൽ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ജൈവ വസ്തുക്കളുടെ നില മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. കമ്പോസ്റ്റ്, ബയോചാർ, പച്ചില വളം എന്നിവയുടെ രൂപത്തിൽ ജൈവ വസ്തുക്കൾ ചേർക്കുന്നതിനുള്ള കൂട്ടായ ശ്രമങ്ങൾ പിന്തുടരേണ്ടത് മണ്ണിന്റെ ഘടന, സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം, പോഷക ലഭ്യത എന്നിവ മെച്ചപ്പെടുത്തുന്നതിലൂടെ മണ്ണിന്റെ ജൈവവസ്തുക്കളുടെ നില മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും. വെള്ളം കടത്തിവിടുന്ന പ്രതലങ്ങൾ വേണം നമ്മൾ ഉപയോഗിക്കാൻ. വെള്ളം കടത്തിവിടുന്ന പേവ്മെന്റുകൾ, ബയോസ്വേലകൾ, ഇൻഫിൽട്രേഷൻ ട്രഞ്ചുകൾ എന്നിവ വെള്ളം ഊർന്നിറങ്ങുന്നതിന് മെച്ചപ്പെടുത്തുകയും ഉപരിതലത്തിലൂടെയുള്ള ഒഴുക്കും വെള്ളപ്പൊക്കവും കുറയ്ക്കുകയും ചെയ്യുന്നു. ഫൈറ്റോ റെമഡിയേഷൻ ആൻഡ് മൈക്രോ റെമഡിയേഷൻ. സസ്യ ഫംഗസ് ഉപയോഗിച്ചുള്ള ശുദ്ധീകരണം. സൂര്യകാന്തി, വെറ്റിവർ, എരുക്ക് എന്നിവ പോലുള്ള ചില സസ്യങ്ങൾക്ക് ഹെവി ലോഹങ്ങളെ തെരഞ്ഞെടുത്ത് ശേഖരിക്കാൻ കഴിയും. ഇത് മണ്ണിൽ ഹെവി ലോഹങ്ങളുടെ ഗാഢത കുറയ്ക്കുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ ചില ഫംഗസുകൾ ഹൈഡ്രോ കാർബണുകളെയും മറ്റ് മലിനീകരണ വസ്തുക്കളെയും വിഘടിപ്പിക്കുകയും മണ്ണിന്റെ ജൈവരാസ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. മണ്ണ് പരിശോധനയും നഗര മണ്ണ് മാപ്പിംഗും. സോയിൽ ടെസ്റ്റിംഗ് ആൻഡ് അർബൻ സോയിൽ മാപ്പിംഗ്. മണ്ണിന്റെ pH, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ജൈവ കാർബൺ, സൂക്ഷ്മ പോഷകങ്ങൾ ഉൾപ്പെടെയുള്ള ലഭ്യമായ പോഷകങ്ങൾ, മലിനീകരണ മൂലകങ്ങൾ എന്നിവ പതിവായി വിലയിരുത്തുന്നതിനും GIS അടിസ്ഥാനമാക്കിയുള്ള മാപ്പുകൾ തയ്യാറാക്കുന്നതിനും കൃഷിക്കായി ലക്ഷ്യമാക്കിയിട്ടുള്ള മണ്ണ് പരിപാലന തന്ത്രങ്ങൾക്കും അടിസ്ഥാന വിലയിരുത്തുന്നതിനും സഹായിക്കുന്നു. ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിംഗ്, അതായത് ഹരിത അടിസ്ഥാന സൗകര്യ ആസൂത്രണം. നഗര പോക്കറ്റ് വനങ്ങൾ, ടെറസ് ഗാർഡനുകൾ, ബയോ ഷേഡുകൾ, കമ്മ്യൂണിറ്റി ഗാർഡനുകൾ, ബയോ പാർക്കുകൾ എന്നിവ സ്ഥാപിക്കുന്നത് ജൈവ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും നഗര കാലാവസ്ഥാ നിയന്ത്രണവും അന്തരീക്ഷ ശുദ്ധീകരണവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ദീർഘകാലാടിസ്ഥാനത്തിൽ മണ്ണിന്റെ ജൈവ കാർബൺ ഒരു കാർബൺ ശേഖരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ജൈവ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതിനും തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനും നഗര അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത് ഗണ്യമായി കുറയ്ക്കുന്നതിനും സഹായിക്കും. സുസ്ഥിരമായ നഗരവികസനത്തിന് അടിസ്ഥാന ഘടകമാണ് ആരോഗ്യമുള്ള മണ്ണ്. മണ്ണിന്റെ ശാസ്ത്രീയമായ പരിപാലനം, മെച്ചപ്പെട്ട ജലശാസ്ത്രപരമായ പ്രക്രിയകൾ, മലിനീകരണ നിയന്ത്രണം, ജൈവ വൈവിധ്യ സംരക്ഷണം, കാലാവസ്ഥാ ലഘൂകരണം എന്നിവ ഉറപ്പാക്കുന്നു. നഗരങ്ങൾ വികസിക്കുകയും നഗരവൽക്കരണം അതിവേഗം മുന്നോട്ടു പോകുകയും ചെയ്യുമ്പോൾ സുശക്തവും ആരോഗ്യമുള്ളതുമായ നഗരങ്ങൾ നിർമ്മിക്കുന്നതിന് നയപരമായ ചട്ടക്കൂടുകളിലും വികസന പദ്ധതികളിലും മണ്ണിന്റെ ആരോഗ്യം ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യമുള്ള മണ്ണിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ നഗരവികസനം മാത്രമേ ഭാവിയിൽ നഗരങ്ങളിൽ ആരോഗ്യപരമായ ജീവിതം നിലനിർത്താൻ സഹായിക്കുകയുള്ളൂ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം.
ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. പ്രിയ സുഹൃത്തുക്കളെ, കേരളത്തിൽ പൊതുവായി കണ്ടുവരുന്ന അമ്ലമണ്ണിലെ അഥവാ പുളിരസമുള്ള മണ്ണിലെ വിള ഉൽപാദനത്തിലെ പരിമിതികളെക്കുറിച്ച് മനസ്സിലാക്കാം. നമുക്ക് ആരോഗ്യമുള്ള മണ്ണാണ് സുസ്ഥിര കൃഷിയുടെ അടിത്തറ. എന്നാൽ കേരളത്തിൽ മണ്ണിന്റെ വ്യാപകമായ നാശവും സ്ഥിരമായ അമ്ലത്വവും കാരണം മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്താൻ കൂടുതൽ പ്രയാസമാണ്. സംസ്ഥാനത്തെ ഏകദേശം 76% മണ്ണിലും ഒന്നോ അതിലധികമോ പ്രധാനപ്പെട്ട സസ്യപോഷകങ്ങൾ കുറവാണെന്ന് സമീപകാല വിലയിരുത്തലുകൾ വെളിപ്പെടുത്തുന്നു. ഇത് വിള ഉൽപാദനത്തിന് ഒരു പ്രധാന പരിമിതിയായി മാറുന്നു. കേരളത്തിലെ ഭൂപ്രകൃതിയുടെ വലിയ ഒരു ഭാഗത്ത് ലാറ്ററൈറ്റ് മണ്ണാണ്, അതായത് ചെങ്കൽ മണ്ണ്. ഇത് സ്വാഭാവികമായും പുളിരസമുള്ളതും ഇരുമ്പ്, അയൺ, അലൂമിനിയം എന്നിവയുടെ ആധിക്യത്തിന് സാധ്യതയുള്ളതുമാണ്. കേരളത്തിലെ കനത്ത മഴ കാരണം ലീച്ചിങ് സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഈ പ്രക്രിയയിൽ വെള്ളം മണ്ണിലൂടെ താഴോട്ട് ഇറങ്ങുകയും പോഷകങ്ങളെ വേരുകൾ എത്താത്ത ഭാഗത്തേക്ക് ഒലിച്ചു കൊണ്ടുപോകുകയും ചെയ്യുന്നു. ബോറോൺ, മോളിബ്ഡിനം പോലുള്ള സൂക്ഷ്മ പോഷകങ്ങൾ പ്രത്യേകിച്ച് ദുർബലമാണ്, കാരണം അവ അമ്ലമണ്ണിൽ എളുപ്പത്തിൽ ലയിക്കുകയും ഒലിച്ചു പോവുകയും ചെയ്യുന്നു. ഈ പ്രധാനപ്പെട്ട സൂക്ഷ്മ മൂലകങ്ങൾ മണ്ണിന്റെ മുകളിലത്തെ പാളിയിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ മണ്ണ് ഫലഭൂയിഷ്ടമാണെന്ന് തോന്നാമെങ്കിലും സസ്യങ്ങൾക്ക് വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന മറഞ്ഞിരിക്കുന്ന പോഷകക്കുറവ് നേരിടേണ്ടി വരുന്നു. കേരളത്തിലെ മണ്ണ് വളരെയധികം അമ്ലത്വമുള്ളത്, അതായത് പുളിരസമുള്ളത് എന്തുകൊണ്ടാണ്? കനത്തതും നീണ്ടു നിൽക്കുന്നതുമായ മഴയുടെ പ്രത്യേകതയുള്ള കേരളത്തിലെ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥ മണ്ണിന്റെ സ്വാഭാവിക സവിശേഷതകൾ നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കനത്ത മഴ മണ്ണിന്റെ അടിസ്ഥാന കാറ്റയോണുകളായ കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാഷ്യം, സോഡിയം എന്നിവ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാൻ പ്രേരിപ്പിക്കുന്നു. ഈ പോഷകങ്ങൾ ഒലിച്ചു പോകുമ്പോൾ ഇരുമ്പ്, അലുമിനിയം സംയുക്തങ്ങൾ പോലുള്ള അമ്ല സ്വഭാവമുള്ള ഓക്സൈഡുകളും സിലിക്കേറ്റുകളും അവശേഷിക്കുന്നു. ഇത് മണ്ണിന്റെ pH ക്രമേണ കുറയ്ക്കുന്നു. കേരളത്തിലെ വ്യാപകമായ ലാറ്ററൈറ്റ് മണ്ണുകൾ ഉൾപ്പെടെയുള്ള മിക്ക മണ്ണിനങ്ങളും ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയ പാറകൾ ദ്രവിച്ചുണ്ടാകുന്നവയാണ്. ഈ പാറകളിൽ അടിസ്ഥാന ധാതുക്കൾ സ്വാഭാവികമായും കുറവാണ്, അതായത് അവയിൽ നിന്ന് രൂപം കൊള്ളുന്ന മണ്ണ് തുടക്കം മുതൽ തന്നെ പുളിരസമുള്ളതാണ്. കരിനിലം, കായൽ നിലം പോലുള്ള കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ ജൈവവസ്തുക്കൾ കൂടുതലായ മണ്ണാണുള്ളത്. ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയിൽ ഈ ജൈവവസ്തുക്കൾ വിഘടിക്കുമ്പോൾ അവ ജൈവ അമ്ലങ്ങളും ഹൈഡ്രജൻ അയോണുകളും പുറത്തുവിടുന്നു. ഇവ രണ്ടും മണ്ണിന്റെ അമ്ലത്വം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. കുട്ടനാട് പോലുള്ള താഴ്ന്ന തീരദേശ തണ്ണീർത്തടങ്ങളിൽ ആസിഡ് സൾഫേറ്റ് മണ്ണ് എന്ന പ്രത്യേകതരം മണ്ണ് കാണപ്പെടുന്നു. ഈ മണ്ണിൽ ഇരുമ്പ് സൾഫൈഡ് കൂടുതലാണ് ഉള്ളത്. ഈ തണ്ണീർത്തടങ്ങൾ വറ്റിക്കുകയോ വായുവുമായി സമ്പർക്കം പുലർത്തുകയോ ചെയ്യുമ്പോൾ പൈറേറ്റ് ഓക്സീകരിക്കപ്പെട്ട് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്നു. ഇത് മണ്ണിന്റെ pH ചിലപ്പോൾ 4-ൽ താഴെയായി കുറക്കുന്നു. ഇത് വളരെയധികം അമ്ലത്വമുള്ളതും വിളകൾക്ക് ഹാനികരവുമാകുന്നു. അമോണിയം സൾഫേറ്റ്, യൂറിയ പോലുള്ള അമ്ലമുണ്ടാക്കുന്ന വളങ്ങൾ കുമ്മായം ചേർക്കാതെ തുടർച്ചയായി ഉപയോഗിക്കുന്നത് കാലക്രമേണ അമ്ലത്വം വർദ്ധിപ്പിക്കും. കേരളത്തിലെ മണ്ണിൽ ഫോസ്ഫറസ് കൂടുതലായിട്ടും ലഭ്യമില്ലാത്തതിന്റെ വൈരുദ്ധ്യം. പലപ്പോഴും മണ്ണ് പരിശോധന പോലും ചെയ്യാതെ ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ ഉയർന്ന അളവിൽ ഉപയോഗിക്കുന്നത് കാരണം കേരളത്തിലെ മണ്ണിൽ ഫോസ്ഫറസ് കൂടുതലാണെന്ന് സമീപകാല വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ ഫോസ്ഫറസിന്റെ ശേഖരം സസ്യങ്ങൾക്ക് ലഭ്യമാകുന്നില്ല. ലാറ്ററൈറ്റ്, ആസിഡ് സൾഫേറ്റ് മണ്ണുകൾ കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിൽ ചേർക്കുന്ന ഫോസ്ഫറസ് വിളകൾക്ക് പെട്ടെന്ന് ലഭ്യമല്ലാതെ വരുന്ന വെല്ലുവിളിയാണ് കർഷകർ സാധാരണയായി നേരിടുന്നത്. ഫോസ്ഫറസ് ഫിക്സേഷൻ എന്നറിയപ്പെടുന്ന ഈ പ്രശ്നം വളത്തിന്റെ ഉപയോഗക്ഷമത ഗണ്യമായി കുറയ്ക്കുകയും സംസ്ഥാനത്തുടനീളമുള്ള കാർഷിക ഉൽപാദനക്ഷമതയെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടം ഫോസ്. ഫാക്ടിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടം ഫോസ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു.
ഫാക്ടംഫോസ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20.5-00-23. ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20.5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-00-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്ക് രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15. FACT NPK 15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACTയിൽ നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക് എന്നത് FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ജൈവവളമാണ്. ഫാക്ട് ഓർഗാനിക് മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി തുടങ്ങിയവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ജൈവവളത്തിൽ 12% ഓർഗാനിക് കാർബണും ചെറിയ അളവിൽ NPKയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മൂലകങ്ങളും കൂടാതെ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ചെറിയ അളവിൽ നൽകുന്നു. ഫാക്ട് ഓർഗാനിക് എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം മണ്ണിരയുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്നു. കൂടാതെ മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. അമ്ലാവസ്ഥയും ക്ഷാരാവസ്ഥയും പോലുള്ള അസാധാരണ അവസ്ഥകളിൽ നിന്ന് മണ്ണിന്റെ pHനെ ഫാക്ട് ഓർഗാനിക് നിയന്ത്രിക്കുന്നു. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് ഓർഗാനിക് പ്ലസ്. ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു കോഴി അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് ഓർഗാനിക് പ്ലസ്. കൂടാതെ ഈ ജൈവവളം FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ്. ഓർഗാനിക് പ്ലസ് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലം നിർത്താനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് മണ്ണിന്റെ വൻതോതിലുള്ള സാന്ദ്രത കുറയ്ക്കുകയും അതുവഴി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് പ്ലസിൽ 14% ഓർഗാനിക് കാർബണും 0.5% NPKയും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓർഗാനിക് പ്ലസ് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് പ്രോം ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ. ഭാരത സർക്കാരിന്റെ PM പ്രണാം എന്ന സംരംഭത്തിന് കീഴിൽ FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്ന ജൈവ അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് പ്രോം. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണമേന്മയും ആവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് സാവധാനത്തിൽ പുറത്തുവിടുന്നതുമായ ഈ ജൈവവളം
മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിന് ഏറെ സഹായകരമാകുന്നു. ഇതിൽ P2O5 ആയി 8% ഫോസ്ഫറസ്, കൂടാതെ ചെറിയ അളവിൽ നൈട്രജൻ, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, സൂക്ഷ്മപോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. ക്രോം എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ക്രോമിന്റെ പ്രയോഗം മൂലം മണ്ണിന്റെ ഓർഗാനിക് കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിന്റെ സുഷിരതയും ജലാംശം നിലനിർത്താനുള്ള ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇപ്രകാരം ക്രോം ഒരു മണ്ണ് കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. ഫാക്ട് FOM ഫെർമെന്റഡ് ഓർഗാനിക് മാനുവർ. ഫാക്ട് FOM പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്ത ജൈവവളമാണ്. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഫാക്ട് FOMൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറഞ്ഞത് 1 മുതൽ 2% വീതവും, കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, സൂക്ഷ്മപോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. മണ്ണിന്റെ ഘടനയെ പരിപോഷിപ്പിക്കുകയും ചെടികൾക്ക് പോഷക ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന FOM ജൈവ കൃഷിക്കും പഴം പച്ചക്കറിത്തോട്ടങ്ങൾക്കും അടുക്കളത്തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ക്രോം എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് PDM പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ്. പൊട്ടാഷിന്റെ സ്വാഭാവിക ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൈവവളമാണ് ഫാക്ട് PDM. കരിമ്പ് പിഴിഞ്ഞു കെട്ടുന്ന ശർക്കരപ്പാവിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ജൈവവളത്തിൽ 14% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഈ ജൈവവളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, കൂടാതെ ചെറിയ അളവിൽ സൂക്ഷ്മപോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. PDM ഉപയോഗിക്കുന്നത് മൂലം ചെടികളിലെ സസ്യ ഹോർമോണുകളെ ഉണർത്തി വിളകളുടെ അഭിവൃദ്ധിക്കും അതിനോടൊപ്പം തന്നെ മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി, മണ്ണിന്റെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ സൂക്ഷ്മാണുക്കൾ പെരുകി മണ്ണിന്റെ ഫലഭൂഷ്ഠിതയും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നു. ജൈവ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് PDM. എല്ലാ വിളകൾക്കും, എല്ലാ മണ്ണിനും വിളകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് PDM അത്യുത്തമമാണ്. ഫാക്ട് DAP പറ്റി നമുക്ക് പരിചയപ്പെടാം. DAP ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഇത് പ്രധാനമായും 2 പോഷകങ്ങൾ അടങ്ങിയ വളമാണ്, ഫോസ്ഫറസും നൈട്രജനും. ഇത് ചെടികളുടെ വളർച്ചയ്ക്കും വേരുകൾക്കും ബലം നൽകുന്നതിനും സഹായിക്കുന്നു. മാത്രമല്ല വിളകളിൽ പ്രോട്ടീൻ ഉൽപ്പാദനത്തെയും ക്ലോറോഫിൽ രൂപീകരണത്തെയും ഇത് സ്വാധീനിക്കുന്നു. അടുത്തതായി DAP ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിളവ് വർധനവ്. മണ്ണിൽ ശരിയായ പോഷകങ്ങളും ധാതുക്കളും ഇല്ലാത്ത പ്രദേശങ്ങൾക്ക് DAP വളങ്ങൾ അത്യാവശ്യമാണ്. പോഷകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നത് വിളവ് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് അറിയപ്പെടുന്നു. മെച്ചപ്പെട്ട സസ്യവളർച്ച. ചെടികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ അവശ്യ പോഷകങ്ങൾ നൽകിക്കൊണ്ട് സസ്യവളർച്ച വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ സാന്ദ്രീകൃത ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വളം സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഉയർന്ന പ്രതിപ്രവർത്തന ശേഷിയുള്ള സംയുക്തം. DAP വളരെ പ്രതിപ്രവർത്തനക്ഷമമായ ഒരു സംയുക്തമാണ്. വെള്ളത്തിൽ വേഗം ലയിക്കുന്നു. സസ്യങ്ങളുടെ വേരുകളിലൂടെ ആഗിരണം ചെയ്യാൻ ഇത് എളുപ്പത്തിൽ ലഭ്യമാണ്. മെച്ചപ്പെട്ട വേര് വികസനം. സസ്യവളർച്ചയ്ക്ക് പ്രധാനമായ ശക്തമായ വേരുകളുടെ വികാസത്തിന് ഫോസ്ഫേറ്റ് അയോൺ അടങ്ങിയ ഫോസ്ഫറസ് അത്യാവശ്യമാണ്. കൂടാതെ ഈ ശക്തമായ വേരുകൾ വളർച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ചെടിയെ സഹായിക്കുന്നു. കൂടാതെ ഈ ശക്തമായ വേരുകൾ വരൾച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ഒരു ചെടിയെ സഹായിക്കുന്നു. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ തുടങ്ങിയ പോഷകങ്ങൾ നൽകുന്നത് ഉൾപ്പെടെ നിരവധി ഗുണങ്ങൾ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വാഗ്ദാനം ചെയ്യുന്നു. അസിഡിറ്റി കുറയ്ക്കുകയും ഘടന മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ലഭ്യമായതുമായ വളസ്രോതസ്സാണിത്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരായ വിളകളുടെ ഗുണനിലവാരം, വിളവ് പ്രതിരോധം എന്നിവ വർദ്ധിപ്പിക്കുന്നു. എണ്ണക്കുരുക്കൾ, പയർവർഗ്ഗങ്ങൾ, കരിമ്പ് എന്നിവയ്ക്ക് ഇത് പ്രത്യേകിച്ചും ഗുണം ചെയ്യും. കാരണം ഇത് എണ്ണയുടെയും പ്രോട്ടീന്റെയും അളവ് വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ എന്നിവ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്ന് ലഭിക്കുന്നു. ഇവ വേരുകളുടെ വികസനത്തിനും വേരുകളുടെ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വെള്ളത്തിന്റെയും പോഷകങ്ങളുടെയും ആഗിരണം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫറസ്. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫേറ്റ് അടങ്ങിയിരിക്കുന്നു. ഇത് വേരുകളുടെ വളർച്ചയ്ക്കും സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിനും കൂടുതൽ അനുയോജ്യമാകുന്നു. ഇവ മണ്ണിന്റെ ഘടനയെ മെച്ചപ്പെടുത്തുകയും അവ നിലനിർത്താനും വായു സഞ്ചാരവും ജല നിലനിർത്തലും മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. സൾഫറിന് സസ്യങ്ങളുടെ മറ്റു പോഷകങ്ങളുടെ പ്രത്യേകിച്ച് നൈട്രജന്റെ ഉപയോഗം മെച്ചപ്പെടുത്താൻ കഴിയും. ഫാക്ട് ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. ഉയർന്ന ഫോസ്ഫറസ് സാന്ദ്രത, വേഗത്തിൽ സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്നതിനുള്ള വെള്ളത്തിൽ ലയിക്കുന്നതിന്റെ വേഗത, കാൽഷ്യത്തിന്റെ ഉറവിടം തുടങ്ങിയ ഗുണങ്ങൾ ഉള്ളതിനാൽ ഇവ
മറ്റു വളങ്ങളെക്കാൾ വ്യത്യസ്തമായി നിൽക്കുന്നു. ഇത് ശക്തമായ വേരുകളുടെ വികസനം പ്രോത്സാഹിപ്പിക്കുകയും വിളവ് വർദ്ധിപ്പിക്കുകയും വരൾച്ചയ്ക്കും തണുപ്പിനും സസ്യപ്രതിരോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വൈവിധ്യമാർന്നതും മറ്റു വളങ്ങളുമായി കലർത്താൻ കഴിയുന്നതുമാണ്. ഇത് വിവിധ വിളകൾക്കും മണ്ണിനും അനുയോജ്യമാവുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 46% ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നതാണ്. ഇത് മണ്ണിലേക്ക് ഈ സുപ്രധാന പോഷകം എത്തിക്കുന്നതിനുള്ള കാര്യക്ഷമമായ മാർഗമായി മാറുന്നു. TSPയിൽ 90% കൂടുതൽ ഫോസ്ഫറസ് വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അതായത് ഇത് വേഗത്തിൽ ലയിക്കുകയും സസ്യങ്ങളുടെ ആഗിരണം എളുപ്പമാക്കുകയും ചെയ്യുന്നു. വേരുകളുടെ വളർച്ച വർദ്ധിപ്പിക്കുന്നു. ശക്തവും ഊർജ്ജസ്വലവുമായ ഒരു വേര് സിസ്റ്റം വികസിപ്പിക്കുന്നതിന് ഇത് നിർണായകമാണ്. ഇത് ഒരു ചെടിയുടെ വെള്ളവും പോഷകങ്ങളും ആഗിരണം ചെയ്യാനുള്ള കഴിവിന് അത്യാവശ്യമാണ്. വിളവ് മെച്ചപ്പെടുത്തുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്നുള്ള മതിയായ ഫോസ്ഫറസ് മികച്ച പൂവിടൽ, കായ്ക്കൽ, ധാന്യ രൂപീകരണം എന്നിവയിലേക്ക് നയിക്കുന്നു. ഇവ സസ്യപ്രതിരോധത്തെയും വർദ്ധിപ്പിക്കുന്നു. വരൾച്ച, മരവിപ്പിക്കുന്ന താപനില തുടങ്ങിയ സമ്മർദ്ദങ്ങളെ കൂടുതൽ പ്രതിരോധിക്കാൻ TSP സസ്യങ്ങളെ സഹായിക്കും. ഫോസ്ഫറസിന് പുറമെ ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ കാൽഷ്യവും അടങ്ങിയിരിക്കുന്നു. ഇത് സസ്യങ്ങൾക്ക് ഒരു അധിക ഗുണം നൽകുന്ന പോഷകമാണ്. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ധാന്യങ്ങൾക്ക്, പഴങ്ങൾക്കും പച്ചക്കറികൾക്കും എന്നിവയുൾപ്പെടെ വിവിധ വിളകൾക്ക് അനുയോജ്യമാണ്. ഇവ എളുപ്പത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഇവ ന്യൂട്രൽ, അസിഡിറ്റി എന്നിവയുള്ള മണ്ണിനും ഫലപ്രദമായി ഉപയോഗിക്കാം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഇതോടെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. FACT കാർഷികം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാവർക്കും നമസ്കാരം. FACT കാർഷികം.